നാട്ടുവൈദ്യൻ ഷാബാസ് ഷെരീഫ് വധത്തിൽ ഒളിവിലായിരുന്ന പ്രതി ഗോവയിൽ മരിച്ചു. നിലമ്പൂർ സ്വദേശി ഫാസിലാണ് വൃക്കരോഗം ബാധിച്ചു മരിച്ചത്. കേസിലെ മുഖ്യപ്രതികൾ പിടിയിലായതിനെ തുടർന്ന് ഫാസിൽ ഒളിവിൽ പോവുകയായിരുന്നു. ഇയാൾക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയെങ്കിലും പിടികിട്ടിയിരുന്നില്ല. The complete family wedding, Lumika Wedding, Calicut Road, Chammad. Opening soon. Fancy and footwear. നാട്ടുവൈദ്യനായിരുന്ന ഷാബാസ് ഷെരീഫിനെ തടവിൽ പാർപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിലായിരുന്ന പ്രതി ഗോവയിൽ വൃക്കരോഗത്തെ തുടർന്ന് മരിച്ചു. മുക്കട്ട കൈപ്പഞ്ചേരി സ്വദേശി ഫാസിലാണ് മരിച്ചത്. കേസിലെ മുഖ്യപ്രതികൾ പിടിയിലായതിനെ തുടർന്ന് ഒളിവിൽ പോയ 2 പ്രതികളിൽ ഒരാളാണ് ഫാസിൽ. നിരവധി സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന 5 പേരടങ്ങുന്ന സംഘത്തിലെ 3 പേരെ എറണാകുളത്തെ ഒളിത്താവളത്തിൽ നിന്ന് പോലീസ് പിടികൂടുമ്പോൾ ഫാസിലും കൂടെ ഷമീമും രക്ഷപ്പെടുകയായിരുന്നു. ഇരുവർക്കുമെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയെങ്കിലും പിടികൂടാനായിരുന്നില്ല. 2022 കേസിനാസ്പദമായ സംഭവം. മൈസൂരുവിലെ നാട്ടുവൈദ്യനായ ഷാബാസ് ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്ന് നിലമ്പൂരിൽ തടവിൽ പാർപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കഷ്ണങ്ങളാക്കി ചാലിയാർ പുഴയിൽ തള്ളിയെന്നാണ് കേസ്. മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫ് അടക്കം 12 പ്രതികളാണ് അറസ്റ്റിലായത്. മൂലക്കുരുവിന് ഒറ്റമൂലയിൽ ചികിത്സ നടത്തിയിരുന്ന ഷാബാസ് ഷെരീഫിനെ ചികിത്സാരഹസ്യം മനസ്സിലാക്കുന്നതിന് മൈസൂരുവിൽ നിന്ന് തട്ടിക്കൊണ്ടുവരികയായിരുന്നു. പിന്നീട് 15 മാസത്തോളം നിലമ്പൂരിൽ മുക്കട്ടയിലെ ഷൈബിൻ അഷ്റഫിന്റെ വീട്ടിൽ തടവിൽ പാർപ്പിച്ചു. പിന്നീട് കൊലപ്പെടുത്തി വെട്ടിനുറുക്കി പുഴയിൽ തള്ളിയെന്നാണ് കേസ്. കേരള വിഷൻ, നിലമ്പൂർ.